വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. അപ്പൊ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ കൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് പറയണമെന്നുണ്ട്, നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. പബ്ലിക് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു CSS JS ഇമേജസ് ഒക്കെ ലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെ ആപ്ലിക്കേഷനിൽ വരുന്ന എല്ലാ റൗട്ടിലേക്കാണ് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഉദാഹരണത്തിന് നമുക്കിവിടെ ഈ ഫോൾഡറിൽ ഒരു ഫയൽ ഉണ്ടാക്കാം. style.css ന്യൂ ഫയൽ style.css അങ്ങനെ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫയല് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യേണ്ട ബ്രൗസറിൽ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? നെറ്റ്വർക്ക് ടാബിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ style.css ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രസ് എന്ത് കൺസിഡർ ചെയ്യും? ഇതൊരു റൗട്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. റൗട്ട് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പറയും കനോട്ട് ഗെറ്റ്, അങ്ങനെ റൗട്ട് ഇല്ല. ഗെറ്റില് /style.css എന്ന് പറഞ്ഞ റൗട്ട് ഇല്ല. അതെന്താണ് ഇല്ലാത്തത്? നമ്മൾ കൊടുത്ത റൗട്ട്സ് ഏതൊക്കെയാണ്? കൊടുത്ത റൗട്ട്സ് സ്ലാഷും പിന്നെ ഓതും എക്സ്പെൻസും. ഇതിലൊന്നും എവിടെയും നമ്മൾ style.css എന്ന് പറഞ്ഞ റൗട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതില്ല എന്ന് പറയും. 404 എറർ ആയിട്ട് വരും. പക്ഷെ ഇവിടെ നമുക്കൊരു സ്റ്റാറ്റിക് ഫയല് ആക്സസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അതാണ് എക്സ്പ്രസിന്റെ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് ഒരു മിഡിൽ വെയറിൽ നമ്മൾ പറയാണ് app.use express.static എന്നിട്ട് അതിലേക്ക് പാത്ത് നമ്മൾ ഓൾറെഡി path.join __dir നെയിം ഡയറക്ടറി നെയിം ആണ്. എന്നിട്ട് ഈ ഡയറക്ടറി കോഡുള്ള ഡയറക്ടറിന്റെ ഉള്ളിലുള്ള പബ്ലിക് എന്ന് പറയുന്ന ഫോൾഡർ എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ നമുക്ക് എറർ ഇല്ല. CSS വന്നിട്ടുണ്ട്. അതിൽ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കണ്ടന്റ് കാണാത്തത്. ജസ്റ്റ് ഒരു കണ്ടന്റും കൊടുക്കാം. ബോഡി മാർജിൻ 0 റിഫ്രഷ് ചെയ്ത് ആ കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫയൽ എന്ത് ചെയ്യാം? ഈ സ്റ്റൈല് നമുക്ക് എന്തെങ്കിലും കസ്റ്റമായിട്ട് സ്റ്റൈൽ എഴുതുന്നുണ്ടെങ്കിൽ ലേഔട്ടിൽ പോയിട്ട് ലേഔട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റൈൽ ഓൾറെഡി കൊടുത്തിട്ട് ഈ സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ആ ഫയലിലാക്കിയിട്ട് ആ ഫയല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റൈൽ ഷീറ്റ് പാത്ത് style.css വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ബാക്കിലേക്ക് പോയി നമ്മൾ ലോഗിനിലേക്ക് പോയി റീഡയറക്ട് ചെയ്തു. എന്നിട്ട് ഇൻസ്പെക്ട് കൊടുക്കാണ്. ഇൻസ്പെക്ട് കൊടുത്തിട്ട് നമ്മള് ആ ഒരു ഇൻസ്പെക്ട് പൊസിഷൻ ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ സെറ്റിംഗ്സിലുണ്ട്. ഡോക്കർ സൈഡ് എവിടെയാ കാണിക്കേണ്ടതെന്ന് താഴെയാക്കി. വേണ്ടാത്ത ടാബുകളൊക്കെ ക്ലോസ് ചെയ്തു. നെറ്റ്വർക്ക് ടാബിൽ പോയിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യാണ്. അപ്പൊ കാണാം ലോഗിന് ആ പേജ് വന്നത് നമ്മൾ ആ ഫോമർ എൻ്റർ ചെയ്തതാണ്. ബൂട്ട് സ്ട്രാപ്പിന്റെ CSS JS സ്റ്റൈലിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? എറർ വന്നിട്ടുണ്ട്. അത് 404 ആണ് കാണുന്നത്. അപ്പൊ അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? /oth/style.css. അപ്പൊ ഓത് പേജിൽ പോയപ്പോ അവിടെ നിന്നാണ് എടുക്കുന്നത്. കാരണം എന്താണ്? നമ്മളിവിടെ സ്ലാഷ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഒരു സ്ലാഷ് കൊടുത്തു. അപ്പോ പാത്ത് എന്താണ്? URL പാത്ത് വന്നത് /style.css. അതെന്താണ്? കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ റെസ്പോൺസിൽ നമുക്ക് ആ കണ്ടന്റ് കാണാം. അങ്ങനെ ആ CSS ലോഡ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ സ്റ്റൈല് നമ്മൾ എടുത്തിട്ട് അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് സ്റ്റൈല് ഇൻലൈൻ എങ്ങനെ കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ. സ്റ്റൈൽ ഡോട്ട് ഇട്ടിട്ട് നമ്മളിപ്പോ മെയിൻ ഫയലിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്തു. എന്നിട്ട് ഈ സ്റ്റൈല് നമ്മൾ ഇവിടേക്ക് ഇടാം. നമ്മൾ സ്റ്റൈലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് ഫയൽ കൊടുക്കുന്നത്. ഇനിയിപ്പോ ഇമേജ് ആണെങ്കിലും ആ ഫോൾഡറിൽ ഇട്ടിട്ട് അതിനനുസരിച്ച് ആ ഇമേജിന്റെ പാത്ത്, ഇനി JS ഫയൽ ഉണ്ടെങ്കിൽ JS പാത്ത് അങ്ങനെ ഫയൽ അങ്ങനെ കൊടുത്താൽ മതി. ഇപ്പൊ ലേഔട്ടിൽ തന്നെ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു JS ഫയൽ ആക്കി സെപ്പറേറ്റ് JS ഫയൽ ആക്കിയിട്ട് സേവ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. SRC എന്ന് പറയുന്ന സ്ലാഷ് എന്താണ് ഇപ്പൊ നമ്മളെ script.js അങ്ങനെ ആയിരിക്കും നമ്മളെ പാത്ത് ഉണ്ടാവുക. അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ബിൽറ്റിൻ ആയിട്ടുള്ള എക്സ്പ്രസിന്റെ സ്റ്റാറ്റിക് മിഡിൽ വെയർ ഉപയോഗിച്ചിട്ട് പബ്ലിക് ഫയൽസ് ആക്സസ് ചെയ്യുന്നത്.